നമ്മളിന്ന് വന്നിരിക്കുന്നത് കുനിശ്ശേരി കുമ്മാട്ടിയുടെ വിശേഷങ്ങളാണ്. കുനിശ്ശേരി കുമ്മാട്ടിയുടെ പന്തലൊന്ന് കാണാം. ഓക്കെ, ഇതാണ് അതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അതായത് പന്തലിന് തൊട്ട് ഇപ്പുറം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ശ്രീ അങ്കാളമ്മൻ ക്ഷേത്രം. ഓക്കെ, അതായത് പാലക്കാട് ജില്ലയിലെ ഒരുപാട് വെടിക്കെട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കുനിശ്ശേരി കുമ്മാട്ടി പറയുന്ന അടിപൊളി പരിപാടിയാണ്. എന്റെ അമ്മന്റെ വീട് മറ്റേ കുനിശ്ശേരിയാണ്, വേട്ടയമ്മന്റെ വീട് തൊട്ടാണ്. പക്ഷെ അടിപൊളി പരിപാടിയാണ്. പഴയ ആചാരങ്ങളെല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണ കുനിശ്ശേരി കുമ്മാട്ടി പറഞ്ഞ നെന്മാറ വേലിനെക്കാട്ടി സൂപ്പറാണ് സംഭവം. വെടിക്കെട്ട് ഇപ്പൊ പൊട്ടി, പക്ഷെ ഇനി ഒന്നും കൂടി പൊട്ടും പറഞ്ഞ വെയിറ്റ് ചെയ്യണം. ഞാൻ കുഴമൊന്നാണ് ആദ്യമായിട്ട് കുനിശ്ശേരി കുമ്മാട്ടി കാണുന്നത് അല്ല, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ എന്റെ ചെറുപ്രായത്തിലാണ്. എന്റെ അമ്മന്റെ വീട് മറ്റേ ഞാൻ ചെറുപ്രായത്തിലാണ് ഞാൻ കാണുന്നത്. അമ്മയില്ലേ സൂപ്പറാണ്. ആചാരങ്ങൾ കീപ്പ് ചെയ്യുന്നത് അതുപോലെ അടിപൊളി പരിപാടിയാണ്.
എന്താണ് കുനിശ്ശേരി കുമ്മാട്ടി? നമ്മുടെ ദേവത തട്ടകത്തമ്മ എന്ന് പറയുന്നത് ശ്രീ പൂക്കുളങ്ങര ഭഗവതിയാണ്. ഭഗവതിയുടെ പിറന്നാളാണ് നമ്മൾ കുമ്മാട്ടിയായിട്ട് ആഘോഷിക്കുന്നത്. മീനമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് നമ്മൾ കുമ്മാട്ടി ആഘോഷിക്കുന്നത്. ദേവിയുടെ പിറന്നാളാണ്. എന്താണ് ഇവിടുത്തെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? കന്യാറുകളി നടത്താറുണ്ട്, പിന്നെ മുള നാട്ടൽ, കൊടി മരം നാട്ടല് നടത്താറുണ്ട്. അങ്ങനെയുള്ള ആഘോഷം. ഇവിടുത്തെ തന്നെയാണോ അതോ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാണോ? അല്ലല്ല, ഞാൻ ഇവിടെ തന്നെയാണ്. ചേട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കന്യാറുകളിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കുമ്മാട്ടിക്ക് വന്നിട്ടുണ്ട്. ചേട്ടന്റെ പേര്? ജിഷ്ണു. എന്താണ് കുമ്മാട്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താണ് കുമ്മാട്ടി? നമുക്ക് അടിപൊളി ഒരു എൻജോയ്മെന്റ് ഉള്ള പരിപാടിയാണ്. പടക്കമാണ് മെയിൻ ഇവിടുത്തെ. നമ്മളുടെ വില കഴിഞ്ഞ പിന്നെ അടുത്ത് വരുന്നത് കുനിശ്ശേരി കുമ്മാട്ടിക്കാണ് പടക്കത്തിന്റെ. കേരളത്തിലെ ഏറ്റവും വലിയ കുമ്മാട്ടിയാണ് കുനിശ്ശേരി കുമ്മാട്ടി. വെടിക്കെട്ടും വളരെ ഫേമസ് ആണ്. പിന്നെ അടിപൊളിയാ. ഈ ആന, കുതിര അങ്ങനെയുള്ള 10 ആനകളാണ് ഉള്ളത്. നമ്മള് ദേശമുണ്ട്, തെക്കേത്തറ ദേശം, വടക്കേത്തറ ദേശം, കിഴക്കേത്തറ ദേശം, അങ്ങനെ. അപ്പൊ ഈ ദേശക്കാര് വടക്കേത്തറ ദേശം 5 ആന, കിഴക്കേത്തറ ദേശം 5 ആന, അങ്ങനെ. നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ശരിക്കും നമ്മുടെ പല്ലാവൂരാണ് ദേവിയുടെ ജന്മ അങ്ങനെയൊക്കെ പറയുന്നത്. മാതാവ് അങ്ങനെയൊക്കെ പറയുന്നത് അവിടെ നിന്നാണ്. പല്ലാവൂർ അച്ഛന്റെ വീട്. അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാൻ തോന്നുന്നു ചരിത്രം. ഇത് കഴിഞ്ഞിട്ട് അമൃത് തോന്നുന്നത്. പിന്നെ ഒരു താഴക്കോട്ടുകാവ് അനിയത്തിയാണെന്ന് പറയപ്പെടും നമ്മുടെ പൂക്കുളങ്ങര ഭഗവതിയുടെ. അപ്പൊ അങ്ങനെ ഇവര് അനിയത്തിമാര്, ഒരു ചേച്ചി ഇവിടെ ഇരുന്നു, ഒരു അനിയത്തി അവിടെ ഇരുന്നു, അങ്ങനെ. ശിവൻ അനിയത്തിമാരെയൊക്കെ കാണാൻ വരുന്ന ഒരു ചടങ്ങ് പോലെ അല്ലേ? മാർത്താണ്ഡവർമ്മയുടെ യുദ്ധകാലത്ത് അങ്ങനെ ഒരു ചരിത്രമുണ്ട്, ഞാൻ മറന്നുപോയി. സാമൂതിരി ഒക്കെ ഒരു ചരിത്രമില്ലേ കീഴ്പ്പെടുത്ത്. അതായത് ഇവിടെ ഈ സ്ഥലം മേടിക്കാനായിട്ട് പിടിച്ചെടുക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു ഭഗവതിയുടെ അടുത്ത്. കുറെ പ്രാവശ്യം ഇവിടെ യുദ്ധം നടന്നപ്പോ ഇവിടെ മാത്രം അവര് പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുനിശ്ശേരിയിലുള്ള ദേവിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ വിജയിച്ചത്. അങ്ങനെയായിരുന്നു തുടക്കം. നന്ദി, നമസ്കാരം. അപ്പൊ ഞാൻ ഒരു 10 മണിക്കാണ് വരുന്നത്, ഒരു 9:30 വരുന്നത്. കാണാം. കുമ്മാട്ടിയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏഷ്യയിലെ നമ്പർ 1 കുമ്മാട്ടിയാണ് കുനിശ്ശേരി കുമ്മാട്ടി. ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മസ്റ്റായിട്ട് വരുന്ന കുമ്മാട്ടി തന്നെയാണ് കുനിശ്ശേരി കുമ്മാട്ടി. അതെ, ഇവിടുത്തെ എല്ലാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു കുമ്മാട്ടി തന്നെയാണ്. ഇപ്രാവശ്യം വരാൻ പറ്റാത്തവർ എന്തായാലും അടുത്ത പ്രാവശ്യം വരുന്നത് തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് തെച്ചിക്കോട് രാമചന്ദ്രനെയാണ് ഇറക്കിയിരിക്കുന്നത്. ഭയങ്കര നല്ല പരിപാടിയാണ് ഇവിടെ. ഇനി കാണാത്തവർ എന്തായാലും കാണണം, അങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം. ഭയങ്കര രസമാണ് കുമ്മാട്ടി കാണാനും. കുമ്മാട്ടിയോട് അനുബന്ധിച്ച് വല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നോ അവിടെ അമ്പലത്തില്? നാളെ ഗാനമേളയുണ്ട്,
നാളെ ഗാനമേളയുണ്ട്. പിന്നെ ഇന്നെന്തൊക്കെയാണ്, ഇന്നലെ കന്യാർ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അന്നലെ കണ്ണിയാറി മോളെയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ പരിപാടി കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും കാണേണ്ടത് തന്നെയാണ് കുഞ്ചേരി കുമ്മാട്ടി. കുമ്മാട്ടി വന്ന് തന്നെ 2-3 ദിവസം അടിപൊളി പരിപാടി ഉണ്ടാവും. 3 ദിവസത്തെ റിച്ച് പരിപാടിയാണ് പറഞ്ഞ. മസ്റ്റ് ആയിട്ട് കാണേണ്ട കുമ്മാട്ടി തന്നെയാണ് കുഞ്ചേരി കുമ്മാട്ടി. ഓക്കെ, താങ്ക്സ്. സത്യം പറഞ്ഞാൽ ഈ കുമ്മാട്ടിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരു 10-15 കൊല്ലം ഞാൻ ഈ കുമ്മാട്ടി കാണാൻ വരുന്നു. ഈ കുമ്മാട്ടി പറഞ്ഞ നല്ലൊരു വെടിക്കെട്ടും എല്ലാ ക്രൗഡും കൂടി കൂടിയിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് വടക്കൻ. ഇതാ നമ്മുടെ കണ്ണം പറയുന്ന അർജുൻ വന്നിട്ടുണ്ട്. വർഷത്തിൽ ഒരു ആറാട്ട് വരും. അതും വലിയ ഗംഭീരമാണ്, കാണേണ്ടതാണ്.
എനിക്ക് വേറൊന്നും പറയാൻ അറിയില്ല. മുൻ വർഷങ്ങളെക്കാൾ ചെറുപ്പത്തിലേക്കാൾ ഇപ്പൊ നല്ല ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ നല്ല ഗംഭീരമായിരുന്നു. കൂടുതൽ 10-15 ആനയൊക്കെ ഉണ്ട്. നല്ല ആഘോഷമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിന് ഇപ്രാവശ്യം നല്ല പുരോഗമനമാണ്. ഓരോ വർഷം കൂടുന്തോറും പുരോഗമിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ തട്ടവുമാണ്. ഞാനിപ്പോ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. 1,40,000 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. 1,40,000 ഇതിനായിട്ട് കുരിശ്ശേരി കുമ്മാട്ടിക്കായിട്ട് ഒരു ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഞങ്ങൾ കുമ്മാട്ടിക്ക് അതിനായിട്ട് വരുന്നതാണ്. കുമ്മാട്ടി, നെമ്മാറവേല, കാവശ്ശേരി പൂരം, ഈ 3 സംഭവത്തിനാണ് ഞങ്ങൾ വരുന്നത്. 3 അതിഗംഭീരമാണ്. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ വരുന്നത്. അതൊക്കെ തന്നെ. ചേട്ടന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? എന്റെ വീട് പറഞ്ഞാൽ ഒരു 800 മീറ്റർ. ഏകദേശം എത്ര വർഷം മുമ്പാണ് ആദ്യമായിട്ട് കാണുന്നത്? ഞാൻ ജനിച്ച എനിക്കറിയുന്ന അന്ന് മുതലേ ഞങ്ങള് ഇവിടെ വരുന്നുണ്ട്. അതിന്ന് ഇവിടെ വരെയുള്ള ആ യാത്രയില് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ കുമ്മാട്ടിക്ക്? ഇല്ല, കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു വികാരമാണ്. കുനിശ്ശേരിക്കാരന്റെ ഒരു വികാരമാണ്. ജനങ്ങള് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പാർട്ടിസിപ്പേഷൻ. അതെ, അത് ഞങ്ങളുടെ ഒരു വികാരമാണ്. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആവുന്നതൊക്കെ ഞങ്ങൾ ഈ കുരിശ്ശേരി കുമ്മാട്ടിക്ക് വേണ്ടി നമ്മൾ സംഭാവനയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടതില് സന്തോഷം.